അതായത് ആദ്യം എനിക്കെതിരെ പിന്നെ ഒരു എഫ്ഐആർ ഇടുന്നു. ആ എഫ്ഐആറിൽ തന്നെ പറഞ്ഞത് ഈ സ്ത്രീയുടെ പേരും അവരുടെ ഫോട്ടോയും വെച്ച് ഞാൻ പ്രചരണം നടത്തിയെന്നാണ്. അത് തന്നെ അസംബന്ധമാണ്, ശുദ്ധ അസംബന്ധമാണ്. ഞാൻ ആ വീഡിയോയിൽ ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല. അതിനുശേഷം എനിക്കെതിരെ അതോടൊപ്പം തന്നെ ആ എഫ്ഐആറിൽ ഞാൻ നോക്കിയപ്പോഴത്തേക്ക് BNSലെ 78, 79, പിന്നെ BNSലെ 3, 5, പിന്നെ IT ആക്ടിലെ സെക്ഷൻ 67, അതുപോലെ തന്നെ കേരള പോലീസ് ആക്ടിലെ 120O, ഇത്രയും വകുപ്പുകളാണ് എനിക്കെതിരെ ഇട്ടിരിക്കുന്നത്. ഈ വകുപ്പുകളൊന്നും സ്റ്റോക്കിംഗ് ഒക്കെയാണ് അതിനകത്ത് ഇട്ടിരിക്കുന്നത്. സ്റ്റോക്കിംഗ്, സെക്ഷലി എക്സ്പ്ലിസിറ്റ് കണ്ടന്റുകൾ ഞാൻ ട്രാൻസ്മിറ്റ് ചെയ്തു, ഞാൻ കോൺസ്പയർ ചെയ്തു, അതൊക്കെയാണ്. ഇതൊന്നും എനിക്കെതിരെ നിലനിൽക്കുന്ന വകുപ്പുകളല്ല. ഞാനതൊന്നും ചെയ്തിട്ടേയില്ല. കാരണം ഞാൻ ഒരാളുടെയും പേര് പറഞ്ഞിട്ടില്ല. ഞാനൊരു സംഭവം പൊതുമണ്ഡലത്തിന്റെ മുന്നിൽ അവതരിപ്പിച്ചു. ഒരു സംഭവം ഞാൻ ഇതിനു മുമ്പ് പല പല സംഭവങ്ങൾ ഇതുപോലെ പൊതുമണ്ഡലത്തിന് മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അത് വന്നു. ആ എഫ്ഐആറുമായി ബന്ധപ്പെട്ടുകൊണ്ട് 19 എടുത്ത കേസിൽ എനിക്ക് തോന്നുന്നില്ല 2 ദിവസം മുമ്പ് എന്നെ ചോദ്യം ചെയ്യാൻ വിളിച്ചു. ഇന്ന് കോടതി പറഞ്ഞൊരു കാര്യമുണ്ട്. ഒരു മിനിറ്റ്. ചോദ്യം ചെയ്യാൻ വിളിച്ചു. ആ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തത് തന്നെ 1 മണിക്കൂർ കൊണ്ട് ചോദ്യം കഴിഞ്ഞിട്ട് DYSP വരാൻ താമസിക്കുന്നു പറഞ്ഞിട്ടാണ് എന്നെ 3 മണിക്കൂർ അവിടെ ഇരുത്തിയത്. DYSP വരാൻ താമസിക്കുന്നു പറഞ്ഞു. എന്നിട്ടാണ് 4 മണിക്കൂർ എന്നെ ചോദ്യം ചെയ്തു എന്ന് വാർത്തകൾ വന്നു. എനിക്കതിനകത്ത് വിഷമമില്ല, വിരോധമില്ല. കാരണം നിങ്ങളുടെ സമ്മർദ്ദം ഞാൻ അംഗീകരിക്കുന്നു. അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് വിരോധമില്ല. എന്നിട്ട് എന്നോട് പറഞ്ഞു എന്റെ മെമ്മറി കാർഡ് പിടിച്ചെടുത്തു. എന്റെ മെമ്മറി കാർഡും കൊണ്ട് ഞാനാണ് ഇവിടെ വന്നത്. ഞാനാണ് ഇവിടെ നിന്ന് പോലീസിന് കൊടുത്തത്. അതിൽ എന്നെ ചോദ്യം ചെയ്ത് തിരിച്ചുവിട്ടു. ആ ചോദ്യം ചെയ്ത് തിരിച്ചുവിട്ടതിന് ശേഷം ഈ വനിത വീണ്ടും എനിക്കെതിരെ കൊണ്ടുവന്നൊരു കേസ് കൊടുക്കുകയാണ്. ആ കേസ് എന്ന് പറഞ്ഞാൽ ഞാൻ തുടരെ ആക്ഷേപിച്ചു, അധിക്ഷേപിച്ചു. അത് അസംബന്ധമാണ്. കാരണം ഞാൻ 2ാമത്തെ 3ാമത്തെ വീഡിയോകളിൽ ഞാൻ ചോദിച്ചത് ഈ സ്ത്രീയോട് ചില ചോദ്യങ്ങളാണ് ചോദിച്ചത്. ആ ചോദ്യങ്ങൾ ചോദിക്കാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരൊരു പത്രപ്രസ്താവന ഇറക്കി, വിശദമായൊരു പത്രപ്രസ്താവന ഇറക്കി. ആ പത്രപ്രസ്താവനയിൽ അവരവരുടെ കുടുംബത്തിനും കുട്ടികൾക്കും ബന്ധുക്കൾക്കും ഒക്കെ ബുദ്ധിമുട്ടുണ്ടാക്കി ഈ വിഷയം എന്ന് പറഞ്ഞിരുന്നു. അപ്പം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങൾക്കും നിങ്ങളുടെ ബന്ധുക്കൾക്കും നിങ്ങളുടെ കുടുംബത്തിനും ഒക്കെ ഇതുപോലെ ബുദ്ധിമുട്ടുണ്ടായെങ്കിൽ കേരളത്തിലൊരു മുഖ്യമന്ത്രി ഉണ്ടായിരുന്നല്ലോ, ഉമ്മൻചാണ്ടി. ആ ഉമ്മൻചാണ്ടി ഒരു തെളിവുമില്ലാതെയല്ലേ ഉമ്മൻചാണ്ടിയെ കൊല്ലാക്കൊല ചെയ്തത്?